ഇല്ല, അങ്ങനെ ഒരിക്കലും ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം അൻവർ കോൺഗ്രസിനെതിരെ കൂടിയല്ല അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയം 9 വർഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അൻവർ പിണറായി വിജയൻ പിതാവിന് സമമാണെന്ന് പറഞ്ഞ് അപ്പുറത്ത് നിന്ന് പരിചയ തീർക്കായിരുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം പിണറായി വിജയനെതിരെ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത്. ഞങ്ങൾ 9 വർഷമായിട്ട് വനം വന്യജീവി പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിരവധി ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പൊതുമധ്യത്തിലും നിയമസഭയിലും സമരം ചെയ്യുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അൻവർ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയ മാറ്റുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് UDF-ന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അല്ല, പക്ഷേ അൻവർ പിടിച്ച 20,000-ഓളം വോട്ടുകളിൽ UDF വോട്ടുകളും ഉണ്ടല്ലോ, അത് സമ്മതിക്കുന്നില്ലേ? അല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ 790 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. LDF-ന്റെ പൊളിറ്റിക്കൽ വോട്ടിലാണ് ചോർച്ച വന്നിട്ടുള്ളത്. എനിക്ക് മുമ്പേ സംസാരിച്ച നിതിൻ കണിച്ചേരി പറഞ്ഞതുപോലെ അവരൊരു സ്വതന്ത്ര പരീക്ഷണം നടത്തി 2 വട്ടം ജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടിൽ നിന്നാണ് അൻവറിന് വോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ വോട്ടിൽ ആകെ 790 വോട്ടേ പോയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത്തരം തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ 3ഉം 4ഉം കാൻഡിഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഷിഫ്റ്റുകൾ സ്വാഭാവികമാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം വോട്ടിൽ യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ വിജയം ആധികാരികമാണ്. ശരി, ഇനി അൻവറിന്റെ കാര്യത്തിൽ പുനർവിചിന്തനം സംബന്ധിച്ച് തുടർ തീരുമാനം ഏത് രീതിയിലായിരിക്കും UDF-ന്റെ ഭാഗത്തുനിന്ന് വരിക? അല്ല, തുടർ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ അതിന് ഞാൻ അശക്തനാണ്. പക്ഷേ UDF-ന്റെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ വേണ്ട സമയത്ത് നടത്തും. പക്ഷേ ഒരു തീരുമാനവും UDF-ന് ദോഷമാകുന്ന തീരുമാനം ഉണ്ടാകില്ല. കാരണം ഈ തീരുമാനവും അൻവറുമായി ബന്ധപ്പെട്ട വിഷയമായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യുന്ന കാര്യത്തിലായാലും UDF-ന്റെ തീരുമാനം, ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനം വിജയമായിരുന്നു, ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ റിസൾട്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റിയത്. ഇത്ര വലിയ കോലാഹലങ്ങൾ നടന്നിട്ട് വോട്ട് ഷെയർ പലതായിട്ട് വിഭജിക്കപ്പെട്ടിട്ട് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ അവസാനം യുഡിഎഫിനെതിരായിട്ട് സ്ഥാനാർത്ഥിക്കെതിരെ വരെ പറഞ്ഞിട്ട് പോലും UDF-ന് ആധികാരിക ജയം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയായെടുത്ത തീരുമാനം ശരിയായ സമയത്ത് ശരിയായി പ്രഖ്യാപിച്ച് നടപ്പാക്കിയ തീരുമാനം ശരിയാണെന്ന് ജനങ്ങൾ കൂടി വിലയിരുത്തി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എടുക്കുന്ന തീരുമാനം ഇത്തരത്തിൽ കൂടി ആലോചിച്ച് കൂട്ടായി ശരിയായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.